അയ്യോ അമ്മയ്ക്ക് ഉച്ച വരില്ല ജോലിയുള്ളൂ. അപ്പൊ ഉച്ച കഴിഞ്ഞാൽ ഞാൻ തന്നെ വീട്ടിലെ ബംഗാളിന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ എഴുന്നേറ്റാ. പിന്നെ എഴുന്നേറ്റ സമയത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. രാവിലെ 9:30 അമ്മ ജോലിക്ക് പോകണം. ഞാനിനി എന്നും വീഡിയോ എടുക്കണോണ്ടാണെന്ന് അറിയില്ല, ഈ ഇടയ്ക്ക് അമ്മയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല എന്നാളെ വിചാരം. അങ്ങനെ മോനെ അമ്മ ജോലിക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞ് അമ്മ പോയി. ഹലോ, എന്തൊരു പരിപാടി? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. എന്തായാലും നേരത്തെ എഴുന്നേറ്റല്ലേ, വേഗം പല്ല് വെച്ച് ചായയും കുടിച്ച് ചോറുണ്ട് കുറച്ചു മണി കിടന്നുറങ്ങാന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ നേരം വൈകി എഴുന്നേക്കുന്നതിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. 2 നേരം കൊണ്ട് കഴിക്കേണ്ട ഫുഡ് നമുക്ക് ഒരുമിച്ച് വെച്ച് സമയം ലാഭിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ സമയം ഉറങ്ങാനും കിട്ടും. അങ്ങനെ എന്റെ അടുത്ത് ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും അമ്മ തിരിച്ചെത്തി. വന്നപ്പോ അമ്മയുടെ കയ്യിൽ കാര്യമായിട്ട് ഒരു കവറിൽ കാര്യമായിട്ട് വല്ല തിന്നാണ്ട് അമ്മ ചോദിച്ചപ്പോ അമ്മ തന്ന സാധനങ്ങളാണ്. 5 രൂപ എക്സോന്റെ സോപ്പും അമ്മയുടെ ഹെയർ ഡൈയും പപ്പടവും പിന്നെ ഒരു കുപ്പി ഫിനോയിലും. ആ വിഷമത്തിൽ ഒരു പഴം നിന്നിരിക്കുമ്പോ അമ്മ ഡ്രസ്സ് മാറി അമ്മയുടെ യുദ്ധം തുടങ്ങിയിട്ടാ. അതിന്റെ ഇടയിൽ നൈസായിട്ട് എന്നോട് ചോദിക്കുക. ഈ ചോദ്യമേ എനിക്ക് പേടിയാണ്. പിന്നെ ഉള്ള ഫുഡ് അടിയും കഴിഞ്ഞ് ആള് വീടിന്റെ ഉമ്മർത്തി വിളിച്ചിട്ട് എന്നോട് പറയാ, 2 ദിവസമായിട്ട് വെറുതെ എല്ലാവരും സൈക്കിളും നോക്കണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിന്റെ ഇടയിൽ ഇന്ന് കാലത്ത് വേറൊരു സംഭവം ഉണ്ടായി. പ്ലാവുമെന്ന് ആരോ ചക്ക അലക്കി കൊണ്ടുപോയി. അതും പോയി. ജോലി കഴിഞ്ഞ് നേരത്തെ എത്ര ദിവസങ്ങൾ വീടിന്റെ പുറകിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കൽ അമ്മയുടെ സ്വഭാവമാണ്. നമ്മുടെ വീട്ടിലെ മിക്ക അമ്മമാർക്കുള്ള സ്വഭാവമാണ് ഒരു മൂലയ്ക്ക് അടങ്ങിയിരിക്കാണ്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കും. വിറകുമൊക്കെയുള്ള അമ്മയുടെ നോട്ടം കണ്ടിട്ട് വളരെ പെട്ടെന്ന് ഈ പണി മൊത്തം എന്റെ തലയിൽ വരാനുള്ള സാധ്യത ഞാൻ കണ്ടിട്ടാ. അങ്ങനെ പറമ്പല യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ആള് നൈസായിട്ട് ഒന്ന് കിടന്നു. വെറുതെ ആളെ വിളിച്ചേപ്പിച്ച് എനിക്കുള്ള പണി വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഒരു 4 മണിയപ്പോ അടുക്കളയിൽ ചെറിയൊരു ശബ്ദം. അടുക്കളയിൽ പോയി നോക്കിയപ്പോ അമ്മ പറയാ, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അപ്പ ശരിട്ടാ.